ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ ലഹരി വിരുദ്ധ സമൂഹ നടത്തം ആരംഭിച്ചു. പ്രൗഡ് കേരള എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത്തെ ലഹരി വിരുദ്ധ സമൂഹ നടത്തമാണിത്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ആണ് നമുക്കൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുന്നത്. ഷമീർ, ഗുഡ് മോർണിംഗ്. രമേശ് ചെന്നിത്തല നേരത്തെ കോഴിക്കോട് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇതാ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. അന്ന് വളരെ മാതൃകയാവുന്ന ഒരു നടപടിയാണ് രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ബിനിൽ, ഇത് മൂന്നാമത്തെ ലഹരി വിരുദ്ധ റാലിയാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ഇതിനോടനുബന്ധിച്ചാണ് രമേശ് ചെന്നിത്തല ഇത്തരത്തിലൊരു ജാഥ നടത്തം സംഘടിപ്പിക്കുന്നത്. പ്രൗഡ് കേരള എന്ന സംഘടനയുടെ പേരിലാണ് ഈ നടത്തം. വലിയ പിന്തുണയാണ് ഈ നടത്തത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇതിനുള്ള പിന്തുണ എത്രത്തോളം ഉണ്ട്. വലിയ അഖിൽമാരടക്കം, അമ്പിളി ദേവി അടക്കം സിനിമാ മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ ഈ നടത്തത്തിൽ പങ്കാളികളാകുന്നു. രമേശ് ചെന്നിത്തല ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. വലിയ പിന്തുണയാണ്. അതെ, കാരണം ജനങ്ങളുടെ വികാരമാണ്. കേരളത്തിൽ വ്യാപകമാകുന്ന മയക്കുമരുന്നിനെതിരെയുള്ള ജനങ്ങളുടെ ചിന്തയാണ് ഇതിന് കാരണം. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിൽക്കേണ്ട കാര്യമാണ്. കേരളം ഒരു കൊളംബിയായി മാറാൻ പാടില്ല. നമ്മുടെ പൊരുന്ന മക്കള് ഈ മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായി മാറുന്നതിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ദിനം കൂടിയാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാക്കത്തോൺ ഇന്നിവിടെ സംഘടിപ്പിച്ചത്. ഇത് കേരളം മുഴുവനുള്ള ജനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ബിനിൽ, ഇത് കേരളം മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയാണ് ലഹരിക്കെതിരെയുള്ള പ്രചരണം. അതിൽ രമേശ് ചെന്നിത്തല സ്വന്തമായി നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന പ്രൗഡ് കേരള, ആ സംഘടനയുടെ മൂന്നാമത്തെ പരിപാടി. ഇനിയും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കും. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. സമൂഹത്തിനെ കാർന്നു നിന്ന ലഹരിക്കെതിരെ വലിയ പോരാട്ടമാണ് സമൂഹത്തിന്റെ വിവിധ തരങ്ങളിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല നടത്തുന്നത്. ഇനി ഈ ജാഥ ഇവിടെ നിന്നും, ഈ നടത്തം ഇവിടെ നിന്നും ചിന്നക്കടയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് ആശ്രാമം മൈതാനം കഴിഞ്ഞ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. PC വിശ്വനാഥ് MLA, ബിന്ദു കൃഷ്ണ, അങ്ങനെ CR മഹേഷ് MLA തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ എത്തിയിരിക്കുന്നത് ഏതാണ്ട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ ഒരു നടത്തം എത്തിയിരിക്കുന്നത്. ബിനിൽ, ഷമീർ, ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ, രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടോ ഇതിൽ? സിനിമ, നാടക, കലാരംഗത്തെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അഖിൽ മാരാർ, അതുപോലെ അമ്പിളി ദേവി തുടങ്ങിയവരെയൊക്കെ തന്നെ മുൻനിരയിൽ ഈ ജാഥ, ഈ നടത്തം തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ വലിയ തിരക്കുള്ളത് കൊണ്ട് തന്നെ പുറകോട്ട് മാറുണ്ട്. മറ്റ് രാഷ്ട്രീയക്കാരെ ഒന്നും കാണുന്നില്ല. പക്ഷേ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പൊതുപ്രവർത്തകരടക്കമുള്ള ആളുകളുണ്ട്. സാമൂഹ്യ മേഖലയിൽ നിന്നുള്ള, കൊല്ലത്തു നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഡ്രഗിനെതിരെയുള്ള ഈ ഒരു പ്രചരണത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് കാണാൻ. ബിനിൽ, ഓക്കെ, ശരി. വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയുടെ അദ്ദേഹത്തിന്റെ സ്വന്തം ഇനീഷ്യേറ്റീവിലുള്ള ക്യാമ്പയിനാണ്. അദ്ദേഹം നേരത്തെ കോഴിക്കോട് ബീച്ചിൽ ഉൾപ്പെടെ നടന്നിരുന്നു. ഷമീർ പറയുന്ന അനുസരിച്ച് ഇത് മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ വാക്കത്തോണാണ്. ലഹരിക്കെതിരായ പോരാട്ടമാണ്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രസക്തമായ വാക്കുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണല്ലോ. അതിൻ്റെ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് വിശദമായി വരാം. അതിന് മുൻപായി അദ്ദേഹത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നോക്കൂ, നമ്മുടെ നാട് മറ്റു നാടുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പറയുന്നത് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത കൊണ്ട്, സാമൂഹിക പ്രബുദ്ധത കൊണ്ടാണ്. മലയാളി പ്രബുദ്ധരാണ് എന്നതിനെ ഒരുപക്ഷം ആളുകൾ, നമുക്കറിയാം, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഉൾപ്പെടെ കേരള സാർ, 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ് കളിയാക്കിയത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എത്രത്തോളം സാമൂഹികമായി യുക്തിയോടെ പെരുമാറുന്ന ആളുകളാണ്, സാമൂഹികമായ തിന്മകളെയും അനീതികളെയും എത്രത്തോളം മാറ്റി നിർത്തുന്നവരാണ് എന്നത് നമ്മുടെ നാൾവഴികൾ, കേരളത്തിൻ്റെ നാൾവഴികൾ ഓരോ താളുകൾ മറിച്ചു നോക്കിയാലും നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ പുതിയ തലമുറയെ, പ്രത്യേകിച്ച് ലഹരി എന്ന് പറയുന്ന
വൻ വിപത്ത്, പ്രത്യേകിച്ച് രാസലഹരി MDMA, കൊക്കൈൻ ഉൾപ്പെടെയുള്ള രാസലഹരി കാർന്ന് തിന്നുന്നത് ഒരു കണക്കിനും അനുവദിക്കാനാവില്ല. അതിന് രാഷ്ട്രീയ ഭേദമന്യേ, മറ്റ് വ്യത്യാസങ്ങൾ ഭേദമന്യേ, സാമുദായിക ഭേദമന്യേ എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് രമേശ് ചെന്നിത്തല ഈ ദിനത്തിലും നടത്തുന്നത്. ഷമീറാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.